ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മോഹൻ വിത്ത് ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോസിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ പൊന്നാങ്കണ്ണി ചീരയില്ലേ, പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും. പിന്നെ ചെറുചീര എന്നൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ പേരെല്ലാം അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഗ്രോ ബാഗിൽ നട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് പരിപ്പിട്ട് കറി വെക്കുന്നത്. പിന്നെ ഇന്ന് പണിമുടക്കൊക്കെ അല്ലേ, അപ്പോൾ ഒരു വാഴയുണ്ട്, അത് വെട്ടിയിട്ട് അതിൻ്റെ കൊല എടുത്തിട്ട് ഉപ്പേരി വെക്കുക, അതിൻ്റെ ഉണ്ണിത്തണ്ടെടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പ്രകൃതി എന്താ പറയുക, ജൈവമായിട്ടുള്ള വിഭവങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. അപ്പം അത് സമൂഹത്തിനൊരു നല്ല മെസ്സേജാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കും. നാച്ചുറലായിട്ട് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ പൊന്നാങ്കണ്ണി ചീര ഒന്ന് നുള്ളുന്നത് ഒന്ന് പോവാം. ഓക്കെ. കണ്ണിന് പൊന്നായ പൊന്നാങ്കണ്ണി അല്ലേ? പറഞ്ഞു. വൈറ്റമിൻ എ ഏറ്റവും കൂടുതലുള്ള ഇലക്കറിയാണ് പൊന്നാങ്കണ്ണി. അതാണ് പൊന്നാങ്കണ്ണി. കണ്ണിന് പൊന്നാണ്. അതായത് കണ്ണ് കാഴ്ചക്കുറവൊക്കെ ഇല്ലേ, കാഴ്ചക്കുറവിനൊക്കെ നല്ലതാണ്. നിറയെ ഉണ്ടായിരുന്നു. ഞാൻ ഈ വർക്കിന് ഇപ്പോൾ കയറിയപ്പോൾ പിന്നെ നോക്കാൻ പറ്റില്ല, എല്ലാം പുല്ല് പിടിച്ചിരിക്കുകയാണ്. പിന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, കാൽസ്യം എല്ലാം അടങ്ങിയതാണ് പൊന്നാങ്കണ്ണി ചീര. നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ വയറിൻ്റെ പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രിക് പ്രശ്നത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പം എല്ലാവരും ഈ ജൈവ ഭക്ഷണത്തിലേക്ക് എല്ലാവരും കോൺസെൻട്രേഷൻ ചെയ്യുക. നമ്മളെ ഹെൽത്ത് കെയർ ചെയ്യുക. അതൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ. നമ്മളെ പൂക്കളാണ്. ഇതായി നന്ദിയാർ വട്ടം. നിറയെ പൂവുണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ മഴയായപ്പോൾ പിന്നെ ഇതിൻ്റെ തുളസിക്കാടാണ്. തുളസി അല്ലേ? തുളസിക്കാട്, പിന്നെ തെച്ചി, ഇതൊക്കെ ഞങ്ങൾ മുന്നിക്കണ്ണൻ്റെ മാലയുടെ ഉറവിടങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇങ്ങനെ ഒരു തുളസിത്തറ അല്ലേ? പിന്നെ തുളസിത്തറ. ഇതാ ഒരാൾ പൊന്നാങ്കണ്ണിക്ക് വേണ്ട തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിക്കാനല്ല, തേങ്ങ കുറവാ, കറിക്കാണ്. പൊന്നാങ്കണ്ണിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവ. ഇന്നിപ്പോൾ ഞാൻ ലീവായതുകൊണ്ട് തേങ്ങ ചിരവൽ ഇരിക്കാണ്. പരിപ്പ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിലേക്ക് ഇലയിടാം. പൊന്നാങ്കണ്ണി ഇലയാണിത്. പറിക്കുമ്പോൾ തണ്ടോടെ ഒരുപാട് പാത്രം നിറയുണ്ടാവും. പറിച്ച് കഴിഞ്ഞ് വൃത്തിയാക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇലേൻ്റെ പൊതുവായിട്ടുള്ളൊരു ശക്തിയാണത്. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്താലും കഴിക്കാൻ നേരത്ത് ഒരു കുറച്ചേ ഉണ്ടാവും. പക്ഷെ ആ കുറച്ചിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. മുരിങ്ങേൻ്റെ ഇലയ്ക്കായാലും ഏത് ഇലയ്ക്കായാലും ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിക്കുക. അപ്പോൾ ഇതിലേക്ക് ഇനി ഇല ഇട്ടല്ലോ. ഇതിവിടെ ഉണ്ടായ കാന്താരിയാണ്. കാന്താരി ഞാൻ ഉണ്ടാക്കിയ, എൻ്റെ സ്വന്തം ഗ്രോ ബാഗിൽ ഞാൻ ഉണ്ടാക്കിയ കാന്താരി 2 ഇടുന്നുള്ളൂ. ഇവിടെ ഒരാൾക്ക് എരിവ് പറ്റില്ലേ,
പിന്നെ ഞാൻ 2 എണ്ണം ഒരു ടേസ്റ്റിന് മാത്രം, കാന്താരി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിന് വേണ്ടി 2 എണ്ണം ഇട്ടു. പിന്നെ കാന്താരി ഇട്ട് കഴിഞ്ഞു. നമുക്ക് പൊടി ഐറ്റംസ് ഇടാം. ഞാൻ എരിവ് പൊതുവെ ഇവിടെ കുറവാണ്, ഇങ്ങനെ എരിവ് പറ്റത്തില്ല. മുളക് പൊടി ഇടുകയാണ്, ഒരു 1/2 സ്പൂണ്. എരിവ് കൂടുതലുള്ളവർക്ക് കൂടുതൽ ഇടാം കേട്ടോ. ഞാനിവിടെ പൊതുവെ എരിവ് കുറവാണ് യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് ഉപ്പ് എടുക്കട്ടെ. ഉപ്പാണ്, ഈ ഉപ്പ് ഇതാ 1 സ്പൂൺ. നമുക്ക് ആദ്യം കുറച്ചിട്ടിട്ട് പിന്നെ വേണം ഉപ്പ് പോരെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. വേവുന്നു. ഇത് ഞാൻ കണ്ടോ, ഇതിവിടെ ഉണ്ടായ ജൈവ കറിവേപ്പിലയാണ്. നല്ല രസമാണ് ഈ കറിവേപ്പിലക്ക്, നല്ല സ്മെല്ലുള്ള കറിവേപ്പ്. നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല സ്മെല്ലുള്ള കറിവേപ്പാണ്. എനിക്ക് കുറച്ച് ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറച്ച് കാന്താരി, കുറച്ച് കറിവേപ്പ്, അങ്ങനെയുള്ള ഇതൊക്കെ. പിന്നെ ഇപ്പോൾ വർക്കിനൊക്കെ പോകുന്നതുകൊണ്ട് സമയം ഉണ്ടാവില്ല ഇതിനൊന്നും പരിപാലിക്കാൻ, അതാണ് ഇപ്പോൾ കുറവാണ്. അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഒഴിക്കാം. തേങ്ങ തിളയ്ക്കുന്നത് വരെ കാത്തി തിളയ്ക്കുന്നു. ഇതാ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയൊക്കെ തിളച്ച് വന്നിരിക്കുകയാണ്. നമുക്കത് വാങ്ങി വെക്കാം. അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് കടുക് പൊട്ടിക്കാം. കടുക് ഒരു 2 സ്പൂണ് കടുക് പൊട്ടട്ടെ. എൻ്റെ കയ്യിൽ ചെറിയുള്ളി കഴിഞ്ഞേ, പിന്നെ ഇന്ന് പണിമുടക്ക് ആയതുകൊണ്ട് വാങ്ങിക്കാനും പറ്റില്ല. ചെറിയുള്ളി ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും, പക്ഷെ എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പില മാത്രം ഇടുവാണ്. അപ്പോൾ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര കറി റെഡി ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഹെൽത്തി ആയിട്ടുള്ള പൊന്നാങ്കണ്ണി ചീരക്കറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.